Okay, good evening. Today we will discuss about the topic of milling machine. നമ്മളിപ്പം ഇന്ന് ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ലെയ്ത്ത്, what is the working of lathe and what are the operations to be carried out in lathe. These are the things already discussed in the class. Okay, next we moved into the next topic, that is milling machine. മില്ലിംഗ് മെഷീൻ എന്താണ്? ഒരു മില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ, മില്ലിംഗ് മെഷീൻ ഈസ് എ പ്രോസസ് ഓഫ് മില്ലിംഗ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ ബൈ ഫീഡിങ് ദ വർക്ക് പീസ് അഗെയിൻസ്റ്റ് റൊട്ടേറ്റിംഗ് ദ മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾ ഓർ കട്ടർ. നമ്മുടെ നേരത്തെ ഡ്രില്ലിംഗ് മെഷീനിൽ കണ്ട പോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവിടെ കണ്ടേക്കാളും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി പോയിൻറ്റ് കട്ടറാണ് നമ്മൾ സാധാരണ മില്ലിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? കട്ടർ വെരി ഹൈ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ദറ്റ് ഈസ് ആസ് എ കട്ടർ റൊട്ടേറ്റ്സ് ഈച്ച് കട്ടിംഗ് എഡ്ജ് റിമൂവ്സ് സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ്. എന്താ ചെയ്യുന്നത്? കട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കട്ടറിൻ്റെ സൈഡിൽ എന്തുണ്ട്? കട്ടിംഗ് എഡ്ജസ് ഉണ്ട്. ഓരോ കട്ടിംഗ് എഡ്ജും എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നുണ്ട്. ദ റേറ്റ് ഓഫ് മെറ്റീരിയൽ റിമൂവൽ ഈസ് റാപ്പിഡ് and the cutter rotates at a very high speed and has many cutting edges. നമ്മൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്നുള്ളത് റാപ്പിഡ് ആണ്, ഹൈ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദറ്റ് ഈസ് മില്ലിംഗ് മെഷീൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. എന്തൊക്കെയാണ് വരുന്നത്? ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനും ഉണ്ട്, വേർട്ടിക്കൽ മില്ലിംഗ് മെഷീനും ഉണ്ട്. ഇനി അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് കാണുന്നതാണ് ദറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ. ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ നമ്മൾ എന്ത് കണ്ടിരുന്നു? മില്ലിംഗ് മെഷീൻ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? ലൈക്ക് ഡ്രില്ലിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. ഡ്രില്ലിങ്ങിൽ കണ്ട പോലെ തന്നെ കുറേ പാർട്സൊക്കെ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ കുറച്ച് സിമിലറൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഏതാ ബേസ് നമുക്ക് വരുന്നത്? നമ്മുടെ താഴെയാണ് നമുക്ക് ബേസ് വരുന്നത്. ഇതാണ് നമ്മുടെ ബേസ്, ഇതാണ് നമ്മുടെ കോളം. നിങ്ങൾക്ക് ഇവിടെ കോളം കാണാനായിട്ട് സാധിക്കും. ബേസ് കണ്ടു, കോളം കണ്ടു. ഇത് നമ്മുടെ നീ ആണ്. നീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പ്രത്യേകതയുണ്ട്. നമുക്കിതിൻ്റെ ബെഡാണ് വരുന്നത്. ഈ ബെഡ് അല്ലെങ്കിൽ ബേസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് അതിൻ്റെ ഹാൻഡിലാണ്. ഇതാണ് ഹാൻഡിൽ. ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടേബിളിൻ്റെ മുകളിൽ, ടേബിളാണ് നമ്മൾ കാണുന്നത്, ടേബിളിൻ്റെ മുകളിലുള്ള സാഡിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ടേബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ മുകളിലുള്ള സാഡിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ്, ഇവിടെ നമുക്ക് കാണുന്നതാണ് ഓവർ ആം. ഈ ഓവർ ആമിനകത്താണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നത്? കട്ടർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓവർ ആമിനകത്താണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നത്? കട്ടർ ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ഓവർ ആം എന്ന് പറയുന്നത് നമ്മളിത് ഫിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ കട്ടർ ഫിക്സ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്ത് കാണാനുണ്ട്? സ്പിൻഡിൽ കാണാനുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള പാർട്സ് മാത്രമേ പറയുള്ളൂ കേട്ടോ. സ്പിൻഡിൽ കാണാറുണ്ട്. ഇതാണ് നമ്മുടെ മൾട്ടി പോയിന്റ് കട്ടർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള എന്തിലാണ്? ഓവർ ആമിൻ്റെ സപ്പോർട്ടിലാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാക്കുക. ബേസ് കാസ്റ്റ് ചെയ്യേണ്ട ബേസ് ആയിരിക്കും. ആ ബേസിലാണ് നമ്മുടെ എൻറ്റയർ തിങ്സ് ഉണ്ടാവുക. കോളം എന്നുള്ളത് സൈഡിലാണ് വരുന്നുണ്ടാവുക. സൈഡ് നമുക്ക് കോളം നമുക്ക് മൂവബിൾ ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഓവർ ആം വരുന്നുണ്ട്. ഓവർ ആമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? കട്ടർ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. കട്ടർ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. കട്ടർ നമുക്ക് മൂവ്മെൻറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വേണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ്, ഇവിടെ നമുക്ക് വരുന്നതാണ് ഇതിൻ്റെ ഹൈറ്റ്. നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക? ടേബിൾ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ടേബിളിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇതിവിടെ നമുക്ക് ഈ സാധനം നമുക്ക് ക്രോസ് സ്ലൈഡ് സാഡിൽ ടേബിളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സാഡിൽ എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, ഇതാണ് സാഡിൽ കേട്ടോ. നമ്മൾ ആ ക്രോസ് സ്ലൈഡിൽ ടേബിൾ മുകളിൽ വെക്കുന്നുണ്ട്, ടൂൾ വെക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കാണുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാഡിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. 2D ഡയമെൻഷൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്കിത് കാണുമ്പോൾ ഒന്ന് മനസ്സിലാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും ഇതൊന്ന് വരച്ച് വെക്കുക കേട്ടോ. ഈ ഡ്രോയിങ് എല്ലാവരും ഒന്ന് വരച്ച് വെക്കുക. ഏതെങ്കിലും ഒരു ടൈപ്പ് മില്ലിംഗ് മെഷീൻ്റെ ഡ്രോയിങ് നിങ്ങൾ വരച്ച് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് വേർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. അപ്പോൾ ഇവിടെ രണ്ടിനും പ്രത്യേകത ഒന്ന് പറഞ്ഞിട്ട് പോകാം. ശ്രദ്ധിക്കുക.
നമുക്ക് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് എന്താ പ്രത്യേകത വരുന്നത്, എങ്ങനെ നമുക്ക് ഹൊറിസോണ്ടലി ആണ് നമുക്ക് എന്ത് മൂവ് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ടൂള് മൂവ് ചെയ്യുന്നുണ്ടാവുക. വെർട്ടിക്കൽ ആകുമ്പോൾ എന്തുണ്ടാവും, വെർട്ടിക്കലായിട്ടാവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ടൂള് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇത്രയാണ് മെയിനായിട്ട് വ്യത്യാസം വരുന്നത്. നേരത്തെ കണ്ട പോലെ തന്നെ ബേസ് ഉണ്ട്, കോളം വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു ബേസ് നമുക്കിവിടെ സപ്പോർട്ടിങ്ങിനാണ് ഇതിവിടെ യൂസ് ചെയ്യുന്നുണ്ടോ, സ്വിവ്ഡ് ബേസ് എന്നുള്ളത് സപ്പോർട്ടിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്പിൻഡിൽ നമ്മൾ കട്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്പിൻഡിൽ ഹെഡ്, സ്പിൻഡിൽ കട്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ ടേബിൾ ഉണ്ട്, സാഡിലുണ്ട്, ഹാൻഡിലുണ്ട്, ഒരു നീ, ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെഗാണ് നീ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് എലിവേറ്റിംഗ് സ്ക്രൂ ആണ്, നമ്മുടെ ലീഡ് സ്ക്രൂ കണ്ട പോലത്തെ എലിവേറ്റിംഗ് സ്ക്രൂ ആണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ പാർട്സ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മില്ലിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ കയ്യിലൊക്കെ ഒരു ഗിയറൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഗിയറൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, അതിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല, നിങ്ങൾ ജസ്റ്റ് ബേസിക്സ് ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. അത് നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഈ മില്ലിംഗ് മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മെറ്റീരിയൽ ഡയറക്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്, കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗിയറുകളൊക്കെ കട്ട് ചെയ്യാനാണ് കൂടുതൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക, ഈ മില്ലിംഗ് മെഷീൻ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി എന്ത് ടൈപ്പ് മില്ലിംഗ് ഉണ്ട്, പ്ലെയിൻ മില്ലിംഗ് ഉണ്ട്, ഫേസ് മില്ലിംഗ് ഉണ്ട്, അതുപോലെ ഗിയർ കട്ടിംഗ് ഉണ്ട്. കണ്ടോ, ഇതാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ഗിയർ കട്ടിംഗ്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ടൂള്. ഇവിടെ നമ്മൾ ഗിയർ കട്ട് ചെയ്ത് പോയിക്കണുണ്ടോ, പിച്ചൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് ഗിയർ കട്ടിങ് നമുക്ക് കാണുന്നതാണ്. അതുപോലെ തന്നെ ഫേസ് മില്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻ മില്ലിംഗ് ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് രണ്ട് തരത്തിലെ ഓപ്പറേഷൻസ് ഉണ്ട്, അപ്പ് മില്ലിങ്ങും ഡൗൺ മില്ലിങ്ങും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സൈഡ് മില്ലിംഗ് ഉണ്ട്, ടീ സ്ലോട്ട് മില്ലിംഗ് ഉണ്ട്. കട്ടറിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് നമുക്കത് മെറ്റീരിയൽ റിമൂവൽ ചെയ്യുന്നതിൻ്റെ ഷേപ്പൊക്കെ മാറുന്നത്. എൻഡ് കട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻഡ് മില്ലിംഗ് ചെയ്യുക. ആംഗുലർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആംഗുലർ മില്ലിംഗ്. അത് നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ കട്ടർ യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ബേസിക് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പ് മില്ലിംഗ് ആൻഡ് ഡൗൺ മില്ലിംഗ്? എന്താണ് അപ്പ് മില്ലിംഗ് ആൻഡ് ഡൗൺ മില്ലിംഗ്? അപ്പ് മില്ലിംഗ് ആൻഡ് ഡൗൺ മില്ലിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് നമ്മുടെ ടൂൾ എന്നുള്ളത്. ടൂൾ ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫീഡ് നമ്മൾ ഇങ്ങനെയാണ്, ഇങ്ങോട്ട് നമ്മൾ വരുന്നു. ഓക്കെ, ഫീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടാണ് പോകുന്നത്. കണ്ടോ, ഈ ഡയറക്ഷനിൽ പോകുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്പ് മില്ലിംഗ്. ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൗൺ മില്ലിംഗ്. മനസ്സിലായോ? അപ്പ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്, കണ്ടോ, അപ്വേർഡ് മൂവ്മെന്റ് ആണ് ഇങ്ങനെ വരുന്നുണ്ടാവുക. അപ്വേർഡ് മൂവ്മെന്റ് ആണ് ഇതിന് വരുന്നുണ്ടാവുക. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡൗൺവേർഡ് ആണ് മെറ്റീരിയൽ. മുകളിൽ നിന്ന് താഴേക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടാണ് ഡൗൺവേർഡ് മില്ലിംഗ് പോകുന്നുണ്ടാവും. അപ്പ് മില്ലിംഗ് താഴെ നിന്ന് മുകളിലേക്കാണ് മെറ്റീരിയൽ റിമൂവ്. ഇനി എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. Up milling also known as conventional milling. The cutter rotates against the direction in which the work is being fed. കട്ടർ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? നമ്മുടെ എങ്ങോട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പ് മില്ലിങ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫീഡിങ് എങ്ങനെ വരുന്നത്? മില്ലിങ് നോക്കിക്കഴിഞ്ഞാൽ ഫീഡിങ് നമുക്ക് നോക്കാം. ഫീഡിങ്ങിൻ്റെ ഡയറക്ഷൻ കണ്ടോ? ഫീഡിങ്ങിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ കട്ടർ മൂവ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം നമുക്ക് ഡൗൺ മില്ലിങ് നോക്കി, ഫീഡിങ് എങ്ങോട്ടാ? താഴത്തോട്ടല്ല ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ദാറ്റ് ഈസ് നമുക്ക് എന്ത് വരുന്നുണ്ടാവും, ഡൗൺ മില്ലിങ് വരുന്നുണ്ടാവും. പിന്നെ നമുക്കറിയാം, നേരെ ശ്രദ്ധിക്കാം, അപ്പ് മില്ലിങ് ആകുമ്പോൾ ജോബ് ടൂൾ മോഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഡൗൺ മില്ലിങ്ങിലും ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ അപ്പ് മില്ലിങ്ങിനകത്ത് വരുന്നത് കട്ടിംഗ് ഫോഴ്സ് വേരി ഫ്രം 0 to maximum. ദാറ്റ് ഈസ് കട്ടിംഗ് സ്റ്റാർട്ട്സ് വിത്ത് സീറോ തിക്നെസ് എന്നുള്ളതൊക്കെ പോസിബിൾ ആണ്, ഒന്നുമില്ലാത്ത സ്ഥലത്തും കട്ട് ചെയ്ത് പോകും. ഇതിനകത്ത് ശ്രദ്ധിക്കുക, കട്ടിംഗ് വേരീസ് ഫ്രം മാക്സിമം ടു മിനിമം. നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് കേട്ടോ. ചിപ്പ് തിക്നെസ് ഈസ് മാക്സിമം അറ്റ് ദ ബിഗിനിങ്. ഇതെന്താ വരുന്നത്? ഇവിടെ നമുക്ക് വരുമ്പോൾ കട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to maximത്തിലേക്കാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ എഡ്ജിൽ നമുക്ക്, ഇതിൻ്റെ താഴെ എഡ്ജിൽ നമുക്ക് 0 ആയിരിക്കും വരിക. 0 നമ്മൾ മാക്സിമത്തിലേക്കാണ് നമുക്ക് എന്ത് വരുന്നത്, കട്ടിംഗ് ഫോഴ്സ് വരുന്നത്. ഇവിടെ വരുമ്പോഴോ നമുക്ക് എന്താണ്, ഡൗൺ മില്ലിങ്ങിൽ വരുമ്പോഴോ മാക്സിമത്തിന് നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഇവിടെ നിന്നാണ് വരുന്നത്, താഴെ നിന്ന് വന്നിട്ട് മാക്സിമത്തിന് എങ്ങോട്ട് വന്നു, 0ലേക്ക് വന്നു. അതാണ് വ്യത്യാസം. ഇനി കട്ടർ, ഇനി അപ്പ് മില്ലിങ് നോക്കി കഴിഞ്ഞാൽ കാണാം, കട്ടർ ടെൻസ് ടു ലിഫ്റ്റ് ദ വർക്ക് പീസ്. കട്ടർ തന്നെ എന്ത് ചെയ്യുന്നു, വർക്ക് പീസിനെ ലിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പറയുന്നത് എന്താണ്, നമുക്ക് ഡൗൺ മില്ലിംഗ് ആണെങ്കിലോ, കട്ടർ ടെൻസ് ടു പ്രസ് ദ വർക്ക് പീസ് ഫേംലി അഗെയിൻസ്റ്റ് ദ ടേബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം,
നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ അപ്പ് മില്ലിങ്ങിന് നോർമലി സർഫസ് ഫിനിഷ് കുറച്ച് കുറവാണ്, ഡൗൺ മില്ലിങ് കുറച്ചുകൂടി ബെറ്ററാണ്. പവർ കൺസംഷൻ എന്താണ്? അപ്പ് മില്ലിങ്ങിന് പവർ കൺസംഷൻ കൂടുതലാണ്, ഡൗൺ മില്ലിങ് പവർ കൺസംഷൻ കമ്പാരിറ്റീവ്ലി ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളൊരു ചെറിയൊരു ടോപ്പിക് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.